First of all, thanks to Sabu for sponsoring this get together, and also Aliyar for organizing it in such beautiful fashion. പിന്നെ സാബുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇയാൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒരു ഗ്രീസ് മങ്കിയിലാണ്. നമ്മുടെ അമ്പലമേട് ഹൗസിൽ വെച്ച് നടത്തിയ ഒരു ഗ്രീസ് മങ്കി. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് സാബു ഒരു പാട്ട് പാടി, എന്നവളെ അവൾ എന്നവളെ, ഒരു തമിഴിലുള്ള ഒരു പാട്ട് വളരെ നന്നായിട്ട് പാടി. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഇപ്പം കൊള്ളാമല്ലോ. കാരണം എനിക്ക് അന്നും ഇന്നുമുള്ള വിശ്വാസം സംഗീതം ഒരു ദൈവികമായ ഒരു കലയാണ്. അതിൽ താല്പര്യമുള്ളവർ ദേ ഷുഡ് ബി ഗുഡ് അറ്റ് ഹാർട്ട്. അത് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ദെൻ ഓഫ് കോഴ്സ് വി ഹാവ് ഹാഡ് ലോട്ട് ഓഫ് ഗെറ്റ് ടുഗദേഴ്സ്. ഞങ്ങൾ തമ്മിൽ ലോനപ്പൻ ഇസ് ദേർ, ജോൺസൺ ഹാസ് നോട്ട് കം, ജോൺസൺ ഫ്രാൻസിസ്, അങ്ങനെ പല ഗെറ്റ് ടുഗദറും അങ്ങനെയൊക്കെ ഉണ്ടായി. ദെൻ വി ബിക്കേം വെരി ക്ലോസ്. പിന്നെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരു ഗെറ്റ് ടുഗദർ, ഇതേമാതിരി ഒരു ഗെറ്റ് ടുഗദർ കഴിഞ്ഞ് FTH വെച്ച് ഞാൻ പോകാൻ നേരത്തെ സാബു എൻ്റെ അടുത്ത് വന്നു. അന്ന് സാബുവും ലതയുമായിട്ടുള്ള ലവ് അഫെയർ ക്ലൈമാക്സിൽ ഇരിക്കുന്ന ഒരു കാര്യം. അപ്പൊ സാബു ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഈ കാര്യത്തെ ഇതിനെ കുറിച്ച് പറഞ്ഞു. വി ടോക്ക് മേ ബി ഫോർ അബൌട്ട് 1 hour 1.5 hours. അത് കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അത് വീട്ടിലെത്തിയപ്പോൾ വൈഫിന് ഷി വാസ് വെരി അപ്സെറ്റ്. നിങ്ങൾ 8:30 മണിക്ക് വരുന്നു പറഞ്ഞാണ് പോയത്, ഇപ്പോൾ 9:30. അന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. സോ അകത്ത് കിടക്കുന്ന അതിൻ്റെ ധൈര്യം കൊണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു നമ്മുടെ ആനിവേഴ്സറിയാണ്, 2 people are trying to get married. So that was the reason why I got delayed. Somehow she accepted it. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ പലപ്പോഴും ഇൻ്ററാക്ഷൻ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി ബോംബെ പോയി, സ്കോട്ട്ലൻഡിൽ പോയി. ഐ യൂസ് ടു ഗോ ടു US. എൻ്റെ ഡോട്ടർ അവിടെയാണ്, എല്ലാ കൊല്ലവും പോവുമായിരുന്നു. അപ്പോൾ സാബു എനിക്കൊരു ഓഫർ തന്നിരുന്നു, പോണ വഴിക്ക് ലണ്ടനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേമാതിരി ഓൾ എക്സ്പെൻസസ് ഈ വിൽ മീറ്റ്. അതെനിക്ക് ഓണർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അമേരിക്കയിലോട്ട് പോകുമ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ FSCT കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് മൈ ഫേം ബിലീഫ് that those who have shed their blood, sweat and toil for this organization will always be good. അവർക്ക് അതിൻ്റെ ഗുണം കിട്ടും. അത് സത്യമാണ്. അത് അന്നും ഇന്നും എന്നും അത് സത്യമായിട്ട് തന്നെ ഉണ്ടാവും. അതെൻ്റെ ഒരു വിശ്വാസമാണ്. വൺസ് അഗൈൻ താങ്ക്സ് അബു, താങ്ക്സ് അലിയ, താങ്ക്സ് എവറിബഡി. ഗോഡ് ബ്ലെസ്. താങ്ക് യു.